സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങളാണ് വായിച്ചു കേൾക്കുന്നത്. 8 ഭാഗ്യങ്ങളാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. ഇത് വളരെ എളുപ്പമാണ്, എന്നാൽ ഇച്ചിരി കഠിനവുമാണ്. അതായത് ഇതിന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് ആദ്യമേ നോക്കണം. ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടണം. അതിനൊരാഗ്രഹം നിന്നിലുണ്ടായാൽ, ആ ലക്ഷ്യം നീ കണ്ടാൽ, അതിനുവേണ്ടി എന്തും നമ്മൾ ചെയ്യും. എന്നാൽ ആ ഒരു ലക്ഷ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കില്ല. നമുക്ക് എല്ലാത്തിനും ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പുറകിലൊരു തീവ്രമായ ശ്രമം ഉണ്ടാവുള്ളൂ. രാത്രി ഉറക്കളിച്ചിരുന്ന് പഠിച്ചത് എന്തിനായിരുന്നു? നല്ല ജോലി ലഭിക്കണം, ഭാവി സുരക്ഷിതമാക്കണം. ഇങ്ങനെ ഏത് കാര്യത്തിനും നമ്മുടെ മുമ്പിൽ ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതൊക്കെ എളുപ്പമാകും. ലക്ഷ്യമില്ലെങ്കിൽ ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശാന്തമാകണം. പ്രതിസന്ധികൾ പലതും ഉണ്ടാവും ജീവിതത്തിൽ. എല്ലാം ഒന്നും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് വരില്ല. നമ്മൾ ഒച്ചയെടുത്തിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. അവിടെ എന്ത് ചെയ്യണം? ശാന്തമാകണം. ശാന്തമാകൂ, ഞാൻ ദൈവമാണെന്നറിയൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കൃപ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം മറന്നു പോകാതിരിക്കുക. ദൈവപുത്രരെന്ന് വിളിക്കപ്പെടണം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദൈവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.